മുസ്ലിം ലീഗിലെ ടേം വ്യവസ്ഥയിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി, എം.കെ. മുനീർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾക്ക് ഇളവ്. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണം എന്ന ആവശ്യം ശക്തമായതോടെ 3 ടേം മത്സരിക്കാത്തവരും ഇത്തവണ മാറി നിൽക്കും. പി.കെ. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മണ്ഡലം മാറിയേക്കും എന്നും സൂചനയുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ഗോകുൽ, ഏതൊക്കെ നേതാക്കൾക്ക് ഈ ടേം വ്യവസ്ഥ എന്നുള്ളത് ഒരു ഘട്ടത്തിൽ കർശനമായി നടപ്പാക്കും എന്നൊക്കെ നേതാക്കൾ പ്രതികരിക്കുന്നത് കണ്ടിരുന്നു. പക്ഷേ അങ്ങനെ ടേം വ്യവസ്ഥയിൽ ഒരു കടുംപിടുത്തം ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതൊക്കെ നേതാക്കൾക്ക് ഇളവ് നൽകാനുള്ള സാധ്യതയുണ്ട്? വേങ്ങരയിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറാനുള്ള സാഹചര്യം എന്താണ്? ഗോകുൽ കെ വേണുഗോപാൽ. പി.കെ. കുഞ്ഞാലിക്കുട്ടി, എം.കെ. മുനീറും ഉൾപ്പെടെ 8 പേരാണ് 3 അതിലധികമോ ടേമിൽ മത്സരിച്ച് ജയിക്കുകയോ നിയമസഭയിലേക്ക് എത്തുകയോ ചെയ്തിട്ടുള്ളത്. അതിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കും എം.കെ. മുനീറിനും ഇളവ് നൽകാനുള്ള തീരുമാനമുണ്ട്. എം.കെ. മുനീറിന് നേരത്തെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ, അദ്ദേഹം തയ്യാറാണെങ്കിൽ എം.കെ. മുനീർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇളവ് നൽകാനുള്ള ആലോചനയാണ് മുസ്ലിം ലീഗിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറാനുള്ള ഒരാലോചനയുമുണ്ട്. മലപ്പുറത്ത് നിന്നായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടി തന്റെ പാർലമെന്ററി രാഷ്ട്രീയം ആരംഭിക്കുന്നത്. ഒരുപക്ഷെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുകയില്ല എന്നും ഇതായിരിക്കും ഒരുപക്ഷെ പി.കെ. കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പ് എന്ന ഒരു വിലയിരുത്തലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്ത് നിന്ന് ആരംഭിച്ച് മലപ്പുറത്ത് തന്നെ തന്റെ പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള ഒരു താല്പര്യം പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രകടിപ്പിച്ചതായാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ വേങ്ങരയിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ വേങ്ങരയിൽ പി.എം.എ. സലാം, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി.എം.എ. സലാമിന്റെ പേര് ഉയർന്നു കേൾക്കുന്നു. പി.എം.എ. സലാം സ്വാഭാവികമായിട്ടും സുന്നി വിഭാഗവുമായി ചെറിയ അകൽച്ചകളും ഒക്കെ ഉള്ളതാണ്. അതിനാൽ തന്നെ വേങ്ങരയിൽ പി.എം.എ. സലാമിനെ മത്സരിക്കുകയാണെങ്കിൽ സുന്നി വിഭാഗങ്ങൾ അകന്നു കഴിഞ്ഞാൽ തന്നെയും പി.എം.എ. സലാമിന് ജയിച്ചു പോരാനുള്ള ഒരു മെജോറിറ്റി മുസ്ലിം ലീഗിന് അവിടെയുണ്ട്. 30,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു കഴിഞ്ഞ തവണ പി.കെ. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ മത്സരിച്ചു പോകുന്നത്. വേങ്ങരയിൽ അല്ലെങ്കിൽ തിരൂരങ്ങാടിയിലും, അതായത് മുജാഹിദ് വിഭാഗത്തിന് കൂടുതൽ സ്വാധീനമുള്ള തിരൂരങ്ങാടിയിലും പി.എം.എ. സലാമിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. തിരൂരങ്ങാടിയിൽ നിലവിൽ എം.എൽ.എ. കെ.പി.എ. മജീദാണ്. അദ്ദേഹം 3 ടേം വ്യവസ്ഥ പൂർത്തിയാക്കി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയെങ്കിൽ വേങ്ങരയിലോ തിരൂരങ്ങാടിയിലോ പി.എം.എ. സലാം മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് എം.എൽ.എ. എൻ ഷംസുദ്ദീന്, ഏറനാട് എം.എൽ.എ. പി.കെ. ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചില ഇളവ് നൽകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏറനാട് എം.എൽ.എ. പി.കെ. ബഷീറിന് ഇളവ് നൽകുകയാണെങ്കിൽ അദ്ദേഹം ഏറനാട് മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയില്ല, മറ്റൊരു മണ്ഡലത്തേക്ക് മാറും എന്ന വിവരമാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറുകയാണെങ്കിലും അവിടെ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ആരുടെയെങ്കിലും അവസരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമില്ല. പി. ഉബൈദുള്ള 3 ടേം പൂർത്തിയാക്കിയ ആളാണ്. അദ്ദേഹം ഇപ്പോൾ മാറി നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ 3 ടേം പൂർത്തിയാക്കാത്ത ആളുകളും തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കും എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. യു.എ. ലത്തീഫ് മാറി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. യു.എ. ലത്തീഫ് ഒരു തവണ മാത്രമാണ് മത്സരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചില പുതുമുഖങ്ങളുടെ പേര് പറഞ്ഞു കേൾക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ടി.പി. അഷറഫ് അലി, എം.എസ്.എഫിന്റെ ദേശീയ പ്രസിഡന്റ് പി.വി. അഹമ്മദ് സാജു എന്നിവരുടെ പേരുകൾ ഈ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേൾക്കുന്നു. എം.എസ്.എഫിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള പി.കെ. നവാസും ഇത്തവണ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. കഴിഞ്ഞ തവണ ഇപ്പോൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള പി.കെ. ഫിറോസ് മത്സരിച്ചിട്ടുള്ള താനൂർ മണ്ഡലത്തിലാണ് പി.കെ. നവാസിന്റെ പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. പി.കെ. ഫിറോസ് കുന്നമംഗലം മണ്ഡലത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൽ വനിതയ്ക്ക് ലഭിച്ച പ്രാതിനിധ്യം എന്ന് പറയുന്നത് കോഴിക്കോട് സൗത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് മത്സരിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണയും വനിതാ പ്രാതിനിധ്യം എത്രത്തോളം ആയിരിക്കും മുസ്ലിം ലീഗിൽ എന്നത് വലിയൊരു ചർച്ചയാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. സുഹറാം അമ്പാടിന്റെ പേരാണ്, വനിതാ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സുഹറാം അമ്പാടിന്റെ പേരാണ് ഇത്തവണ ഉയർന്നു കേൾക്കുന്നത്. തിരൂരങ്ങാടിയിൽ പി.എം.എ. സലാമിന്റെ പേര് ഉയർന്നു കേൾക്കുന്നു. അതുപോലെ തന്നെ സുഹറാം അമ്പാടിന്റെ പേരും തിരൂരങ്ങാടിയിൽ ഉയർന്നു കേൾക്കുന്നു. അതോടൊപ്പം തന്നെ നജീബ് കാന്തപുരം, ആബിദ് ഹുസൈൻ തങ്ങൾ തുടങ്ങിയ ആളുകളൊക്കെ തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. എൻ.എ. നെല്ലിക്കുന്ന്, യു.എ. ലത്തീഫ്, ഒരു തവണ മാത്രം മത്സരിച്ചിട്ടുള്ള യു.എ. ലത്തീഫ്, കെ.പി.എ. മജീദ്, പി. ഉബൈദുള്ള എന്നിവരാണ് മാറി നിൽക്കുന്ന പട്ടികയിലുള്ളത്. ചില ആളുകൾ മാറി നിൽക്കുന്നു, പുതിയ ചില ആളുകൾക്ക് അവസരം നൽകുന്നു. പുതിയ ആളുകളെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്നൊരാവശ്യം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ കോഴിക്കോട് ചേർന്നിട്ടുള്ളതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിനകത്ത് ഉയർന്നു കേൾക്കുന്ന പേരുകളും മറ്റും ഇതൊക്കെയാണ്. കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനുള്ള ചർച്ചകൾ മുസ്ലിം ലീഗിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ സീറ്റുകൾ വരുമ്പോൾ കൂടുതൽ വ്യവസ്ഥയിൽ മുതിർന്ന നേതാക്കൾക്ക് ഇളവുണ്ടാകും. പി.കെ. കുഞ്ഞാലിക്കുട്ടി ഒരുപക്ഷെ വേങ്ങരയിൽ നിന്ന് മാറി മലപ്പുറത്ത് മത്സരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.